കേരളത്തിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ഒരു ധവളപത്രത്തിലൂടെ പോലും വിസ്തരിക്കാൻ ആർക്കും സാധിക്കില്ല. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ധനകാര്യമന്ത്രിമാർ കുറവായിരുന്നു. ഡോക്ടർ തോമസ് ഐസക് മാനിപ്പുലേറ്റ് ചെയ്ത് മാനേജ് ചെയ്തു. കിഫ്ബി പോലെയുള്ള ഫോറങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള നടപടികൾ വളരെ അപകടമുണ്ടാക്കി. റവന്യൂ വരവ്, റവന്യൂ ചെലവ് തമ്മിലുള്ള പാരിറ്റി 35 ലക്ഷം കോടി രൂപ ഏകദേശം വരും. സ്ഥലം വിറ്റ് അന്നന്നത്തെ ചെലവ് കഴിക്കുന്ന ഒരു സ്ഥിതി. പ്രസന്റ് സിറ്റുവേഷനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇലക്ഷനെ ഫേസ് ചെയ്യാനും ട്രഷറി അടയ്ക്കാതിരിക്കാൻ വേണ്ടി വേറെ വല്ല ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ഡെഫിസിറ്റ് പുറത്തു പറയാതെ, യഥാർത്ഥ കടം പുറത്തു പറയാതെ ഒക്കെയാണ് ഇങ്ങനെ കൊണ്ടു നടന്നത്. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇതൊക്കെ വേറെ ഒരു സ്ഥലത്തേക്ക് എത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ പോയാൽ യങ്സ്റ്റേഴ്സിനെ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ഇവിടെ എന്തുണ്ടാവുള്ളൂ. അടുത്ത ഇലക്ഷൻ ആയാലും ഇനി വരുന്ന ഇലക്ഷൻ ആയാലും ഇപ്പോഴത്തെ ഇങ്ങനത്തെ പദ്ധതികളായാലും യങ്സ്റ്റേഴ്സിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട്, യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നടപടികളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ ക്യാഷ് ഫ്ലോ അവരിറക്കും. സാമ്പത്തിക നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് ഡോക്ടർ KS ഹരിഹരനാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് വെച്ചാൽ റെക്കോർഡ് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടബാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഈ കടബാധ്യതകളെ പ്രതിരോധിക്കാൻ സാധിക്കും? ഈ കടബാധ്യതകള് ശരിക്കും തുടങ്ങുന്നത് തന്നെ കമ്മിറ്റ്മെന്റോ ഇല്ലാതെ വരുമ്പോഴാണ്. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ധനകാര്യമന്ത്രിമാർ കുറവായിരുന്നു. ഒരു പരിധിവരെ ഡോക്ടർ തോമസ് ഐസക് മാനിപ്പുലേറ്റ് ചെയ്ത് മാനേജ് ചെയ്തു. അദ്ദേഹവും ഒരു ധനകാര്യ വിദഗ്ധൻ തന്നെയാണ്. പക്ഷെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ അദ്ദേഹത്തിൽ ഉണ്ടായില്ല. അതും പ്രത്യേകിച്ച് കിഫ്ബി പോലെയുള്ള ഫോറങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള നടപടികൾ വളരെ അപകടമുണ്ടാക്കി. അപ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ഒരു ധവളപത്രത്തിലൂടെ പോലും വിസ്തരിക്കാൻ ആർക്കും സാധിക്കില്ല, വിവരിക്കാനും സാധിക്കില്ല. എങ്കിൽ പോലും ഇപ്പൊ കേൾക്കുന്നത് ഒരു ധവളപത്രം അടുത്ത ദിവസം ഇറങ്ങും എന്നാണ്. ഏതാണ്ട് റവന്യൂ വരവ്, റവന്യൂ ചെലവ് തമ്മിലുള്ള പാരിറ്റി 35 ലക്ഷം കോടി രൂപ ഏകദേശം വരും. അങ്ങനെ ബഡ്ജറ്റ് ലെവൽ കുറവായിരിക്കും. ഒറിജിനൽ ആയിട്ട് അത് വരുമ്പോ ഇത് 40-നോ 45-നോ മുകളിലൊക്കെ പോകും. വരുമാനം 45, കുറവ്, ചെലവ് കൂടുതൽ. അപ്പൊ ഈ ചെലവ് പ്ലാൻ ഫണ്ട് പോലെയുള്ള ഫണ്ടിൽ നിന്ന് മിസ്യൂസ് ചെയ്യാണ്. അതായത് വളരെ ചുരുക്കം പറഞ്ഞാൽ നമ്മള് സ്ഥലം വിറ്റ് വേറൊരു സ്ഥലം മേടിക്കാനല്ല നോക്കണേ, സ്ഥലം വിറ്റ് അന്നന്നത്തെ ചെലവ് കഴിക്കുന്ന ഒരു സ്ഥിതി. ലോൺ എടുക്കുന്നത് അതേപോലെ തന്നെ. കിഫ്ബിയുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 9.5% ആണ്. ഈ കിഫ്ബി പോലുള്ള ഓഫ് ബഡ്ജറ്റ് പദ്ധതികൾ ഇപ്പം സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മൾ നേരെ ഒരു കണക്ക് നോക്കിയാൽ മതി. ഇപ്പൊ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര % ഇൻട്രസ്റ്റ് കിട്ടും? അപ്പൊ ആ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലാണ് പബ്ലിക്കിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. പബ്ലിക് എന്ന് പറയാൻ പറ്റില്ല, ആരുടെയാണ് എവിടെന്നാ മേടിച്ചേക്കണേന്നൊന്നും ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതില് പലപ്പോഴും ആത്മസമർപ്പണത്തോടു കൂടി ഉള്ള ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ ബഡ്ജറ്റിൽ കണ്ടിട്ടില്ല. ഒരു അപ്പോഴത്തെ കാര്യം നോക്കാം. അപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇലക്ഷനെ ഫേസ് ചെയ്യാനും ട്രഷറി അടയ്ക്കാതിരിക്കാൻ വേണ്ടി വേറെ വല്ല ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ഡെഫിസിറ്റ് പുറത്തു പറയാതെ, യഥാർത്ഥ കടം പുറത്തു പറയാതെ ഒക്കെയാണ് ഇങ്ങനെ കൊണ്ടു നടന്ന് ഇപ്പൊ സ്ഥലം മുഴുവനും പോയ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പലപ്പോഴും CNDG-ക്കാര് ഇതെല്ലാം സൂചിപ്പിച്ചിരുന്നു. ഓഫ് ബഡ്ജറ്റ് പദ്ധതികൾ നാടിന്റെ വികസനമല്ല സംഭവിക്കുന്നത്, അവിടെ ഒരുപാട് തിരിമറികൾക്ക് സാധ്യതയുണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടി
കൺട്രോളിലുള്ള ഒരു ഒരു സെപ്പറേറ്റ് ബോഡി CNDG-ക്കാർ പറഞ്ഞു. CNDG-ക്കാർ പറയാൻ മാത്രമല്ല ചെയ്തേ, അതിന്റെ കംപ്ലീറ്റ് രേഖകളും പുറത്തു വിട്ടിരുന്നു. എന്നിട്ടും ഇത് കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നതാണ്, കേരളത്തിന്റെ സ്ഥിതി അതല്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴത്തെ മിനിസ്റ്റർ, ഇപ്പൊ മുൻ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ പറഞ്ഞാൽ അത് പോട്ടെ എന്ന് വിചാരിക്കാം. മുൻ ധനകാര്യ വിദഗ്ധൻ, മുൻ ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യ വിദഗ്ധനും കൂടിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നു ധവളപത്രം ഇറങ്ങട്ടെ അപ്പൊ കാണാം. അപ്പോ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇതൊക്കെ വേറെ ഒരു സ്ഥലത്തേക്ക് എത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ പോയാൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യുവാക്കള് ഇവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ പുറത്തേക്ക് പോകുന്നു, അവർ തിരിച്ചു വരാനും താല്പര്യമില്ല. കേരള നിയമസഭയിൽ തന്നെ ഒരിക്കൽ ഇത് ഓൾഡ് ഏജ് ഹോം പോലെയാകും കേരളം എന്നൊക്കെ ചർച്ച വന്നിരുന്നു. വയസ്സന്മാരുടെ ഒരു നാടായിട്ട് കേരളം മാറും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനം ഇവിടത്തെ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത കണക്കുകൾ കൊണ്ട് യുവാക്കൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം തന്നെയാണ്. അപ്പൊ ചുരുക്കത്തില് ഇപ്പൊ യുവാക്കളെ ഉത്തേജിപ്പിക്കാനും ഇവിടെ ഉള്ളവരെ പുറത്തേക്ക് വിടാനുമുള്ള പദ്ധതികൾ പണ്ടേ ആലോചിക്കേണ്ടതായിരുന്നു. അതിന്റെ ആലോചനക്കുറവ് അത് ഒരു വലിയ വീഴ്ചയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോ പുതിയ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താനും ഏജ്ഡ് പീപ്പിളിന് ഇവിടുന്ന് കുറച്ചും കൂടി സുരക്ഷിതമായ അവസ്ഥ കിട്ടാനും, ആരോഗ്യ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആധാരം പണയം വെക്കേണ്ട സ്ഥിതി വരും. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാമ്പത്തിക ബാധ്യതയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ LDF ഗവൺമെന്റിനേക്കാളും ഒരു ബദൽ സംവിധാനം പരസ്യമാക്കിയിട്ടുള്ളത് ഇപ്പോഴത്തെ സർക്കാരാണ്. ഇപ്പൊ പുതിയൊരു സർക്കാർ ഇപ്പം വന്നു കഴിഞ്ഞു. VD സതീശൻ സർക്കാർ ഇപ്പൊ വന്നതിന് ശേഷം, വരുന്നതിന് മുന്നേ അവര് പ്രകടന പത്രികയിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരില് 5ഓളം കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തില്, കടബാധ്യതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തില് എങ്ങനെയാകാം ഈ സർക്കാരിന് ഇതെല്ലാം നേടിക്കൊടുക്കാൻ സാധിക്കാം? ഇതില് സാധിക്കും. അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള, പറഞ്ഞാൽ പറഞ്ഞിടത്തെത്തുന്ന ഒരു നേതൃത്വം വേണം. യൂത്തിന് ഇപ്പോഴത്തെ ഇലക്ഷന്റെ ട്രെൻഡ് കണ്ടാൽ അറിയാം. 102ഓളം സീറ്റ് UDF-ന് കിട്ടി. 99 35 അത് യുവാക്കളുടെ വോട്ട് അവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല പോണ പോക്ക് ശരിയല്ല എന്ന് ഭരണത്തിലിരിക്കുന്നവർക്കും മനസ്സിലായിട്ടുണ്ട്. BJP ഒരു പാരലായിട്ട് ഇപ്പൊ വരില്ല. അതുകൊണ്ട് BJP-യുടെ വോട്ടും BJP-ക്ക് പോകുമായിരുന്ന ഒരു ചെറിയ വിഭാഗം വോട്ടം, നല്ല വലിയ വിഭാഗം വോട്ട് തന്നെ UDF-ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പൊതുജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ യൂത്തിന്റെ വോട്ട് LDF-ന് കിട്ടേണ്ട ഒരുപാട് യൂത്തിന്റെ വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. യൂത്തിന് ഒരു പ്രതീക്ഷ, ഇപ്പോ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഓണ്ടർപ്രൈനർമാർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ കൊടുക്കും. പലിശരഹിതയാണ്, ഫ്രീ അല്ല കൊടുക്കണേ, പലിശരഹിത. ആ പലിശ എക്കണോമിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് അപ്ലൈ ആണെങ്കിൽ, ഈ 5 ലക്ഷം രൂപയുടെ പലിശ എത്ര വരും? ഒരു കൊല്ലം നമുക്കൊരു 10% കൂട്ടിയാലും ഒരു കൊല്ലം വരാൻ പോണ പലിശ 50,000 രൂപ വരും. അത് പ്രൊഡക്റ്റീവായിട്ട് വന്നാൽ ഈ 5 ലക്ഷം രൂപ കൊണ്ട് പർച്ചേസ് ചെയ്യണ എത്രയാ? അവര് ഏതാണ്ട് 5 ലക്ഷം രൂപ കൊണ്ട് അവര് ഒരു പർച്ചേസ് മേജറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഭാഗം. അങ്ങനെ വന്നാൽ അതിന്റെ GST ആവറേജ് 18 എടുത്തോളൂ. അപ്പൊ എത്രയും? അത് ഒരു വട്ടമല്ല, പല വട്ടം അത് മറിയും. അങ്ങനെ വന്നാൽ 20 വട്ടമെങ്കിലും ഒരു കൊല്ലം കൊണ്ട് ഒരു സാധാരണ നിലയിൽ ഇത് മറിയും. അങ്ങനെ വന്നാൽ 5 ലക്ഷത്തിന് 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9,000 രൂപ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് 20 വട്ടം മറിഞ്ഞാലോ? 9 × 10 90,000. 1,80,000 രൂപ ഗവൺമെന്റിലേക്ക് റവന്യൂ ആയിട്ട് കിട്ടും. ഇൻ വൺ ആസ്പെക്ട്, ദാറ്റ് ഈസ് GST. അത് ഗവൺമെന്റ് ഒന്ന് കൂടെ നിന്നിട്ട് കുറെ ആനുകൂല്യങ്ങളും അവർക്ക് പ്രൊട്ടക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ, മാർക്കറ്റിംഗിന്റെ പ്രോബ്ലംസ്, സെയിൽസ് മാനേജ്മെന്റിന്റെ പ്രോബ്ലം, എംപ്ലോയീസ് പ്രോബ്ലംസ്, ഇതൊക്കെ മാനേജ് ചെയ്ത് കൊടുത്താൽ ഈ ഗവൺമെന്റിന്റെ റവന്യൂ വീണ്ടും കൂടും.
അപ്പോ അത് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും? നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എത്രയാ? അപ്പൊ ആ ഇൻട്രസ്റ്റിന് 1,80,000 രൂപ കിട്ടുമ്പോ അതിൽ നിന്ന് 50,000 രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്താ കുഴപ്പം? 1.30 ലാഭം കിട്ടും. അങ്ങനെയുള്ള പദ്ധതികൾ എക്കണോമിക്സിന്റെ പ്രായോഗിക തലത്തിൽ പഠിച്ച് ചെയ്യാൻ സാധിച്ചാൽ അത് സക്സസ് ആണ്. അതേപോലെ ആരോഗ്യ മേഖലയിലെ 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതിന് എത്ര രൂപ ചെലവാകും ഒരാൾക്ക്? ഒരു ഇൻഷുറൻസ് ഇത്രയും 4 കോടി ജനങ്ങളുണ്ടെങ്കിൽ 4 കോടി ജനങ്ങളെയും ഒരു പ്രൊഫഷണൽ ആയിട്ട് അപ്രോച്ച് ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് നടത്തിയാൽ അതിന്റെ പ്രീമിയം ഓരോരുത്തർക്ക് ചിലപ്പോ 20 രൂപ വരുള്ളൂ. സൂക്ഷിച്ചാൽ അതിനെ നെഗോഷിയേറ്റ് ചെയ്യണം. MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ശ്രീ VD സതീശൻ അന്ന് MLA ആണ്. അദ്ദേഹം ഒരു പദ്ധതി പറഞ്ഞു. ഉച്ചക്കഞ്ഞിയാണ് അന്ന് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്, അത് ഉച്ചച്ചോറാക്കാമെന്ന്. അങ്ങനെ പദ്ധതിയിലെ ഒരു കണക്ക് കൂട്ടിയപ്പോൾ വളരെ ചെറിയ തുകയ്ക്ക് ഈ ഉച്ചക്കഞ്ഞി ഉച്ചച്ചോറാക്കാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. നിയമസഭയിൽ അത് അങ്ങനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ VD സതീശൻ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ പറവൂരിൽ എല്ലാ സ്കൂളിലും നടപ്പാക്കി. അത് നടപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ശ്രീ MA ബേബി കുണ്ട്രയിലും നടപ്പാക്കി. അങ്ങനെ മിക്കവാറും പല നിയോജക മണ്ഡലത്തിലും ഈ ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ഉച്ചക്കഞ്ഞി ഉച്ചച്ചോറാക്കുന്ന പദ്ധതി വളരെ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ നടപ്പാക്കി തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു പദ്ധതി പറയുമ്പോൾ വെറുതെ പറയല്ല ചെയ്യുന്നത്, അദ്ദേഹം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിന്റെ പ്രൊജക്ട് റഫ് സഹിതമാണ് അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണ്ടർപ്രൈനർഷിപ്പിന് ലോൺ പോലെ ഇപ്പുറത്ത് ഓരോ പദ്ധതിയിലും ആരോഗ്യ ഇൻഷുറൻസിന് വളരെ ശ്രദ്ധിച്ച് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ പ്രീമിയം വരുള്ളൂ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഓരോ കാര്യങ്ങളും കണക്ക് കൂട്ടുമ്പോൾ ഇനി KSRTCയുടെ കാര്യം എടുക്കാം. തീർച്ചയായും ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതുപോലെ തന്നെയാണ് ഇപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം ഒരു സ്റ്റൈപ്പൻഡ് പോലെ പൈസ കൊടുക്കുക എന്നുള്ളതും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും എങ്ങനെ സാധിക്കും? ഇപ്പം സൗജന്യ യാത്രയായാലും മാസം മാസം പെൺകുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ 1-2 പെൺകുട്ടികളല്ല, കേരളത്തിലെ മൊത്തം പെൺകുട്ടികൾക്കാണ് കൊടുക്കുക. അതെങ്ങനെ സാധിക്കും സർക്കാരിനെ കൊണ്ട്? നല്ലതാണോ അങ്ങനെ കൊടുക്കുന്നത്? തീർച്ചയായും നല്ലതാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണക്ക് ഇവിടെ കൊണ്ടുവരണം. ഈ സൗജന്യ യാത്രാ സൗകര്യം കൊടുത്തു. ജോലിക്കാരാണെന്ന് വിചാരിക്കുക. ജോലിക്കാർക്ക് ഒരു മാസം 2,000 രൂപ ഈ ട്രാവലിങ്ങിൽ ലാഭമുണ്ട്. ഒരു വനിതയ്ക്ക് ലാഭമുണ്ട്. അപ്പോ ആ വനിതയ്ക്ക് ഈ 2,000 രൂപ ലാഭം കിട്ടുമ്പോൾ അവരത് എന്താ ചെയ്യുക? സേവ് ചെയ്യും, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യും. അവിടെയും ഗവൺമെന്റിന് ആ പലവട്ടം അത് കറങ്ങും. അത് ചിലപ്പോ തന്റെ വീട്ടില് കൃഷിപ്പണി ചെയ്യുന്ന ആള് താൻ ചെയ്യണ്ട, 2,000 രൂപ മാസം കിട്ടിയല്ലോ, 2 പണിക്കാർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ പണിക്കാരത് തിരിച്ച് ആ മാർക്കറ്റിലേക്ക് പോവാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കൊടുക്കുന്ന പൈസകളൊന്നും പലവട്ടം അത് മറിഞ്ഞ് അത് ഫ്ലോ കൂടും. ഇവിടെ ഫ്ലോ കൂടുമ്പോൾ ആൾക്കാർ എവിടെ പോകും? ഇവിടെ എംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ള നിലയിലേക്ക് വരും. അതേപോലെ തന്നെയാണ് KSRTCയിലും KSRTCയുടെ ഇപ്പൊ പറഞ്ഞു ഇനി കുട്ടികൾക്ക് സൗജന്യം കൊടുക്കണം. ഇപ്പൊ KSRTCയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ KSRTCയിൽ ഇപ്പൊ സൗജന്യ യാത്ര കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം അവിടെ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു ഇതിലും പ്രതിസന്ധി വരില്ലേ? ഈ ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ കൺസെഷൻ ചാർജ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് 10 പൈസ മതി. ഇപ്പുറത്ത് വലിയ എമൗണ്ട് കൊടുക്കേണ്ടി 1 രൂപയോ 2 രൂപയൊക്കെ മിനിമം ചാർജ് ആവുമ്പോഴും 10 പൈസ മതി. അന്ന് മിക്കവാറും സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ആ ടൈമിലൊക്കെ ബസ്സിൽ ഒരു 50% സ്റ്റുഡൻസ് ആയിരുന്നു. KSRTCയും ഇതേപോലെ ആനുകൂല്യം കൊടുത്തിരുന്നു. അന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ എടുക്കുക. KSRTCക്ക് ഈ പൈസ അവിടുത്തെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് അപ്ലൈ ചെയ്ത KSRTCയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു പ്രൊഫഷണലിസം ഇല്ല. ശ്രീ ഗണേശൻ ഇവിടെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ പോലും നമുക്ക് ഒരുപാട് പ്രത്യക്ഷമായി ലാഭകരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അതിന്റെ
ഒരു 10 to 25% മാനേജ്മെന്റ് സ്കിൽ ഉപയോഗിച്ചിട്ട് മാത്രമാണ്. അപ്പോ അവിടെ വളരെ നല്ല ഒരു സ്കിൽ മാനേജ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സൗജന്യം കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഓരോ മാസവും 100 കോടി രൂപ KSRTC കൊടുത്തിട്ടാണ് അത് നിലനിൽക്കുന്നത്. ആ 100 കോടി KSRTC കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലേ ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ കിട്ടുന്ന പൈസയും ആ പൈസയും അവരെവിടെയും കൊണ്ടുപോകണില്ല. ആ പൈസ കൊണ്ട് അവർ സ്റ്റേഷനറി സാധനങ്ങൾ, ബുക്ക് മേടിക്കും, കൂടുതൽ പഠിക്കും. അപ്പൊ അവിടെയും സൈക്കിൾ ആവേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കുന്ന 1000 രൂപ അവരെന്തിനെങ്കിലും ഉപയോഗിച്ചോട്ടെ, അത് തിരിച്ച് മാർക്കറ്റിൽ തന്നെ വരുന്നത്. അത് ഗുണകരമാണ്. അതിന്റെ ഒന്നും ക്യാഷ് ഔട്ട് ഫ്ലോ ഒരു ദുഷ്ചെലവല്ല. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ 40ഉം 50ഉം സെക്യൂരിറ്റിക്കാരുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ മന്ത്രിമാര്, ആ വാഹനം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ചെലവുകളെക്കാളും കുറവാണിത്. ഹെലികോപ്റ്ററിന് എത്രയായിരുന്നു വാടക? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെലവുകളൊക്കെ പ്രൊഡക്റ്റീവ് ചെലവുകളാണ്. ഹെലികോപ്റ്ററില് വാടക കൊടുക്കുന്നത് പ്രൊഡക്റ്റീവ് അല്ല, ഇത് പ്രൊഡക്റ്റീവ് ആണ്. പ്രൊഡക്റ്റീവായി വരുമ്പോൾ അത് സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ അത് സൗജന്യമായിട്ട് ഇപ്പൊ എടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ കുട്ടികൾ പലായനം ചെയ്യുന്ന ഒരു കാലാവസ്ഥയിൽ അവരുടെ ബുദ്ധിയൊക്കെ മറ്റു രാജ്യങ്ങൾ എടുത്തിട്ട് നമ്മൾക്ക് അതിന്റെ ഗുണം കിട്ടാതിരിക്കുന്ന ഒരു അവസരത്തിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരിവിടെ പഠിക്കാൻ അത് നല്ല കാര്യമായിട്ട് വരും. കേരളത്തിന്റെ കടമെന്ന് പറയുന്നത് GDP-യുടെ ഒരു 33% കൂടുതലുണ്ട്. റിസർവ് ബാങ്ക് നിശ്ചയിച്ചതിനെക്കാട്ടിലും കൂടുതലുണ്ട്. പരിധി നിശ്ചയിച്ചതിനെക്കാട്ടിലും അത് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ ഗ്യാരണ്ടികളൊക്കെ കൊടുത്തതുപോലെ കൊടുക്കാന്ന് പറയുന്നത് പ്രായോഗികമാണ്. അതിന് ഇനി ഒരു ലോൺ എടുത്തിട്ടല്ല ഇത് നിറവേറ്റാൻ ശ്രമിക്കുക. ഇപ്പോ ഒരു പട്ടി ഓടിച്ചിരുന്ന ഒരാള്, ഒരു പട്ടി ഒരാളെ ഓടിക്കുമ്പോൾ ജീവിതത്തിൽ അയാള് ഒരു മതില് ക്രോസ് ചെയ്തിട്ടില്ലാത്ത ആളാണ്. അയാള് പട്ടിയെ കാണുമ്പോൾ രക്ഷപ്പെടാനായിട്ട് ഈ മതിൽ ചാടിക്കളയും. അതേപോലെ തന്നെ ഇവിടെ ക്യാഷ് ഫ്ലോ വേറെ ഒരു നിവൃത്തിയില്ല. ലോൺ എടുക്കുന്നതിന് പരിധികളും ഉണ്ട്. റിസർവ് ബാങ്കിന്റെ റെസ്ട്രിക്ഷൻ അവിടെ നിൽക്കുന്നു. പക്ഷെ അവിടെ ഇത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സൈക്ലിംഗ് നടക്കും എന്നൊക്കെ ബന്ധപ്പെട്ട അധികാരികളില് അത്രയും വിശ്വാസമുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുകയാണെങ്കിൽ അവര് ലിമിറ്റ് കൂട്ടാൻ ശ്രമിക്കും. ഒപ്പം തന്നെ ഇപ്പോ ഈ ഗവൺമെന്റിന്റെ പദ്ധതികൾ വരാൻ പോണേ ഉള്ളൂ. ഇപ്പൊ അടുത്ത ബഡ്ജറ്റിലും അതിനുശേഷമുള്ള പല ബില്ലുകളിലും ഒക്കെ അത് വരും. ആ പദ്ധതികളില് പ്രൊഡക്റ്റീവായിട്ടാണിത് ഫണ്ട് അവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ തീര പ്രദേശത്തെയും തുറമുഖങ്ങളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് പരിപാടികൾ വരുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ റിട്ടേൺസ് വളരെ കൂടുതലായിരിക്കും. അവിടേക്ക് പോർട്ട് മാത്രം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വന്നോന്നില്ല. പോർട്ടിനോടനുബന്ധിച്ച് ഒരുപാട് സംരംഭങ്ങൾക്ക് സാധ്യതകളുണ്ട്. ആ സംരംഭങ്ങൾ ഇവിടെ ഉള്ളവർ തുടങ്ങുകയാണെങ്കിൽ ഈ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയും കിട്ടും. അതേപോലെ സർവീസ് സെക്ടറിലും സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടം പോലെ വന്നിരിക്കും. ഇപ്പോ ഇൻഡസ്ട്രീസ് ഓഫീസേഴ്സിനൊക്കെ അങ്ങനെ ഒരു ഇത്ര ഇൻഡസ്ട്രി തുടങ്ങണമെന്ന് രജിസ്ട്രേഷൻ, MSME രജിസ്ട്രേഷൻ കിട്ടണമെന്നൊക്കെ ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. അത് മാറും. പകരം ഇത്ര എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണം, ഇത്ര ഇന്ന കാര്യം വേണം എന്ന റെസ്ട്രിക്ഷൻസ് വരും. അത് ഒരു കൺട്രോൾ ഓർഡർ ആയിട്ടല്ല, ഒരു റെഗുലേറ്ററി ഓർഡർ ആയിട്ടൊന്നും ആയിരിക്കില്ല. പക്ഷെ അവരെ കമ്മിറ്റ് ചെയ്യിക്കാനുള്ള രീതിയിലുള്ള മാനേജ്മെന്റ് സ്കില്ല് അവരിൽ ഉണ്ടാക്കാനും ഉദ്യോഗസ്ഥരിൽ അങ്ങനെ ഉണ്ടാക്കാനുമുള്ള ശക്തമായ ട്രെയിനിങ് പ്രോഗ്രാം നടക്കും. ഓണ്ടർപ്രൈനർഷിപ്പിന്റെ വേറൊരു വശം നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശമ്പളം, പെൻഷൻ, അതേപോലെ തന്നെ പലിശ തുടങ്ങിയ റവന്യൂ ചെലവുകൾക്ക് ഭീമമായ തുക മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇത് മാറ്റി വെച്ചതിന് ശേഷം വികസനത്തിലേക്കുള്ള ഒരു ചെലവ്, വികസനത്തിന് വേണ്ടിയുള്ള ചെലവ് എവിടുന്ന് കണ്ടെത്തും? അത് പ്രതിബദ്ധതയുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, പറഞ്ഞാൽ വാക്ക് പാലിക്കും എന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് ഇവിടെ കച്ചവടം കൂടും.
ഒരുപാട് പേര് നിക്ഷേപിക്കാൻ വരും. ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് യാതൊരു ലേബർ പ്രോബ്ലം ഉണ്ടാവില്ല, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാൽ അതിപ്പോ വിശ്വസിക്കും. അത് പല പ്രാവശ്യം ആവർത്തിച്ച് അത്തരത്തിലുള്ള തെളിവുകൾ പബ്ലിക്കിന് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടില് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഇൻട്രസ്റ്റ് മാത്രം മേടിച്ച് ജീവിക്കുന്ന ഏതാണ്ട് ഒരു 30 to 40% ആൾക്കാരുണ്ട്, പെൻഷനേഴ്സ് അടക്കം. അവരുടെ പൈസ ഈ പറഞ്ഞ രീതിയിലേക്ക് തിരിച്ച് അതിനേക്കാളും പ്രൊഡക്റ്റീവായ ഗ്യാരണ്ടി സ്കീമിൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള രീതിയിൽ ഓണ്ടർപ്രൈനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കുകൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഡെപ്പോസിറ്റ് ആയി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഒരു ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫണ്ടിന്റെ ഒരു ഷോർട്ടേജ് വരില്ല. പക്ഷെ അത് തെളിയിക്കണം. ഏറ്റവും അടുത്ത ദിവസം ആ പൈസ സൈക്ലിംഗ് ആകും, ഇവിടെ പൈസ മുടക്കിയാൽ അത് ഗുണകരമാണ് എന്ന ബോധ്യം ജനത്തിനും ജനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓണ്ടർപ്രൈനേഴ്സിനും യങ്സ്റ്റേഴ്സിനും അത് ബോധ്യപ്പെടുത്തപ്പെട്ടാൽ അത്ഭുതങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത അടുത്ത ദിവസം എന്താണ് കോക്രോച്ച് പാർട്ടി, ജനതാ പാർട്ടി എന്താ സംഭവിച്ചേ? ഒരു പരാമർശത്തിന്റെ പേരില് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാകാൻ പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അതെന്താ? യങ്സ്റ്റേഴ്സിനെ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ഇവിടെ എന്തുണ്ടാവുള്ളൂ. അടുത്ത ഇലക്ഷൻ ആയാലും ഇനി വരുന്ന ഇലക്ഷൻ ആയാലും ഇപ്പോഴത്തെ ഇങ്ങനത്തെ പദ്ധതികളായാലും യങ്സ്റ്റേഴ്സിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നടപടികളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ ക്യാഷ് ഫ്ലോ അവരിറക്കും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി നികുതി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ? സാധ്യത അധികമായിട്ടൊരു നികുതി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ഇവിടുത്തെ നികുതി കൂടുതലാണ്. അത് എന്തെങ്കിലും സോഴ്സ് ഷോർട്ടേജ് വരുമ്പോൾ നികുതി കൂട്ടുന്ന ഒരു പരിപാടി ആണ് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം GST അതൊരു കേന്ദ്ര സബ്ജക്റ്റും കൂടിയാണ്. അവരും കൂടി വിചാരിച്ചാലേ കൂട്ടാൻ പറ്റുള്ളൂ. അത് ആൾ ഇന്ത്യയിലേ കൂട്ടാൻ പറ്റുള്ളൂ റേറ്റ് ഓഫ് ടാക്സ്. അപ്പൊ അവിടെ നമുക്ക് സ്കോപ്പില്ല. ഇപ്പുറത്ത് കേരളത്തെ സംബന്ധിച്ച് വരുന്നത് മദ്യം, പെട്രോള് പോലെയുള്ള വളരെ പരിമിതമായ കാര്യങ്ങളാണ്. അവിടെ നികുതി ഇനി കാര്യമായിട്ട് കൂട്ടാനൊന്നും പറ്റുന്നില്ല. ഈ നികുതി വരുമാനത്തിലെ ചോർച്ച തടയാം, അവിടുത്തെ എഫിഷ്യൻസി കൂട്ടാം, അവിടുത്തെ അഴിമതി തീർക്കാം, അവിടെ നല്ല ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റിംഗ് കൊടുക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യത്യാസം വരും. ഈ നികുതി ചോർച്ചയുടെ കാര്യത്തില് വലിയ ഓഡിറ്റ് റിപ്പോർട്ടുകൾ തന്നെ വന്നിട്ടുണ്ട്, സ്വന്തം നികുതി തന്നെ ചോദ്യങ്ങളായിട്ട്. അപ്പൊ ഇതിനെ ഇങ്ങനെ മറികടക്കാൻ സാധിക്കും? അതില് അലംഭാവം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഈ 2017 GST കേരളത്തിൽ ഉൾപ്പെടെയുള്ള രാജ്യത്തെല്ലായിടത്തും തുടങ്ങിയത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നികുതി തുടങ്ങിയപ്പോൾ GST തുടങ്ങിയപ്പോൾ നമ്മുടെ സർക്കാർ, പഴയ സർക്കാർ ആദ്യത്തെ 5 വർഷം കേന്ദ്രത്തിന്റെ കോമ്പൻസേഷൻ തരും എന്നുള്ള നിലയിൽ ഇവിടെ തന്നെ അന്നത്തെ ഒരു പ്രമുഖ വ്യക്തി ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ മീറ്റിംഗിൽ പറഞ്ഞേക്കണ എന്താണെന്നറിയാമോ? നമ്മൾ വെറുതെ ഇരിക്കാൻ പോവാ, അവിടെ നിന്ന് 5 വർഷത്തേക്ക് കിട്ടും, അത് കഴിയുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ മതി എന്നുള്ള നിലയിൽ പോലും പ്രവർത്തനം ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ 3-4 വർഷം ഇവര് മറ്റു സംസ്ഥാനങ്ങള് ഈ നികുതി കുടിശ്ശിക ഉണ്ടാകാതിരിക്കാനും നികുതി ചോർച്ച തടയാനും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോ ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ടായില്ല. എന്തിനേറെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ കൊച്ചിയില് അന്ന് ജില്ലാ ഹെഡായിട്ട് ഒരാൾക്ക് ചാർജാ കൊടുത്ത ആദ്യത്തെ 3 വർഷം. അത്രമാത്രം അലംഭാവമാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ അവലംഭാവം കാണിച്ചുകൊണ്ട് 3 കൊല്ലം പഠിച്ചില്ല എന്നിരിക്കോ, 4ാമത്തെ കൊല്ലം ഒരുമിച്ച് എഴുതി കുഴപ്പമാവും. അത് ശരിയാക്കാൻ കുറെ വർഷം എടുക്കും. അടുത്ത ഗവൺമെന്റില് അത്രയും ഐസക്ക് ഒരു സാമ്പത്തിക നിയമത്തില് കാര്യങ്ങളെല്ലാം അറിയണം, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിദഗ്ധം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു അന്ന് ഭരിക്കുമ്പോഴും. അദ്ദേഹം പേടിച്ചുകൊണ്ടാണ് ഓരോ കാര്യം ചെയ്തത്. അതേസമയം നെക്സ്റ്റ് മിനിസ്റ്റർ ആണെങ്കിലോ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഒരു പദ്ധതിയും അദ്ദേഹം അവതരിപ്പിച്ച് നടപ്പാക്കാൻ സാധിച്ചില്ല. ഒരു വളരെ നിഷ്ക്രിയമായ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ
ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ശ്രീ ബാലഗോപാൽ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി അങ്ങനെ നിഷ്ക്രിയമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ അധികം നാൾ ഇരിക്കേണ്ടി വരില്ല. കാരണം ജനം ഇളകും. നേരത്തെ ജനം ഇളകുമ്പോ പാർട്ടിയുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു, കേന്ദ്രം തരാനിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റിയ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഇന്ന് എന്തെങ്കിലും ഒരു അബദ്ധം കേരളത്തിലെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് നമ്മുടെ CM പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരുണ്ട്. യൂത്ത് ഇളകി വരും. അദ്ദേഹം നല്ലൊരു മെസ്സേജ് വെഹിക്കിൾ ടാക്സുമായി ബന്ധപ്പെട്ട് വെഹിക്കിൾ മോഡിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞപ്പോ എത്രയായിരുന്നു അതിന്റെ അത് സപ്പോർട്ട് ചെയ്ത് എത്രയോ ലക്ഷം ജനങ്ങളാണ്. അപ്പോ അതേപോലെ തന്നെ അദ്ദേഹം അബദ്ധം കാണിച്ചാൽ, അദ്ദേഹം അബദ്ധം പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു ചെയ്തില്ലെങ്കിൽ അതും ചോദിക്കാൻ ആളുണ്ടാവും. ചോദിക്കാൻ ആളുണ്ടായത് കൊണ്ടുകൂടി കുറേയും കൂടി കമ്മിറ്റഡ് ആയിരിക്കും. അപ്പോ ഇവിടത്തെ ചോർച്ച അവസാനിപ്പിച്ചാൽ, നല്ല സേവനം കൊടുത്തു കഴിഞ്ഞാൽ, GST വകുപ്പ് ഒരു ഫെസിലിറ്റേറ്റർ ആവണം. ചെറിയ മിസ്റ്റേക്ക് കാണിക്കണവരെ പിടിച്ചു കൊടയാൻ ശ്രമിക്കാതെ വാൻ വീഴ്ച എവിടെയാണോ അത് കണ്ടുപിടിക്കണം. ഒരു കാര്യം കൂടി പറയാം. ബംഗാളിലുള്ള ഒരാള് കേരളത്തിലെ അഡ്രസ്സിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു വ്യത്യാസമില്ല, അദ്ദേഹത്തിന് അപ്പോഴും കിട്ടുന്ന 100 രൂപ പ്ലസ് 18% ടാക്സിലായിരിക്കും കിട്ടുന്നത്. പക്ഷെ അത് കേരളത്തിന്റെ പിൻകോഡ് അതിൽ കൊടുത്താൽ 18 രൂപ കേരളത്തിൽ കിട്ടും, 18ന്റെ പ്രപ്പോർഷനേറ്റ് കേരളത്തിന് കിട്ടും. അത് ചെയ്യാൻ ഇപ്പോഴും സിസ്റ്റം ശരിയായിട്ടില്ല. നമ്മൾ ബോധവൽക്കരിച്ചിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും താമസിക്കും, കേരളത്തിലുള്ളവരെ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ അവര് ബിസിനസ് പരമായിട്ടോ അല്ലാതെയോ പർച്ചേസ് ചെയ്യുമ്പോൾ കേരളത്തിന്റെ അഡ്രസ് കൊടുക്കൂ, IGST കളക്ട് ചെയ്യൂ എന്ന് പറയാൻ, IGST കൊടുക്കൂ എന്ന് പറയാനുള്ള ഒരു മെസ്സേജ് അങ്ങൊരു റിപ്പോർട്ടറാണല്ലോ, അങ്ങക്ക് തന്നെ അറിയാമോ? അറിഞ്ഞുകൂടാ. അതായത് ഒരു ജേർണലിസ്റ്റായ അങ്ങക്ക് പോലും ഇങ്ങനെ ഒരു സൗകര്യം കേരളത്തിന് കിട്ടും. നമ്മൾ ബംഗാളിൽ പോയി ഒഫീഷ്യലായിട്ട് ഒരു പർച്ചേസ് നടത്തിയാൽ ആ പർച്ചേസ് IGSTയിലാണ്, കേരളത്തിന്റെ പിൻകോഡ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ മേജർ വിഹിതം കേരളത്തിന് കിട്ടും എന്ന ബോധവൽക്കരണം ഒരു ജേർണലിസ്റ്റായ അങ്ങക്ക് പോലും അറിയുന്നില്ല. അപ്പൊ സാധാരണക്കാർക്ക് എന്തറിയാൻ പറ്റും? അപ്പോ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കൊടുത്താൽ തന്നെ അവരെ വിശ്വാസം എടുത്തുകൊണ്ട് തെറ്റുകൾ പുറത്തുകൊണ്ട് GST പോലുള്ള എല്ലാ നികുതി വകുപ്പുകളും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ഓണ്ടർപ്രൈനറുടെ കൂടെ നിന്നാൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ വരുമ്പോ ക്യാഷ് ഫ്ലോ ഒക്കെ ശരിയായിക്കോളും. മൾട്ടിപ്പിൾ സൈക്കിളിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ വരുമാനം കൂടും. വരുമാനം കൂടി കാശുണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞ സർക്കാരുകളായിട്ട് സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പല്ലവി എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നില്ല എന്നൊരു പല്ലവിയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കാനിട്ടായിരുന്നോ കേരളത്തിൽ? അല്ല, അതായത് ഇപ്പൊ ശരിക്കും നിങ്ങൾ ജേർണലിസ്റ്റ് ആണല്ലോ, നിങ്ങൾ അന്വേഷിക്കുക. കർണാടകത്തിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, നമ്മൾ സദേൺ ഇന്ത്യ എടുക്കാം, അവിടെ നിന്ന് ഒരു പദ്ധതിയുമായി സംസാരിക്കാനോ കേന്ദ്ര വിഹിതം വാങ്ങാനോ പോകുമ്പോൾ അവിടുത്തെ അതിലെ ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥർ അവരുടെ കൂടെ ഉണ്ടാവും. ഇത് തീരുമാനിക്കുന്നതിന് ഒരു മുഖ്യ കക്ഷി അവിടുത്തെ IAS ഓഫീസേഴ്സ് ആയിരിക്കുമല്ലോ. അവരുടെ ബാച്ചിലുള്ളവരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവരാദ്യം ഒരു പ്രപ്പോസൽ കാണിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് ഇത്ര കോടി ഇപ്പൊ ആവശ്യമാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരത് പറഞ്ഞു കൊടുക്കും. ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്യുന്ന തിരിച്ച് അവര് ആന്ധ്രാപ്രദേശിൽ പോയിട്ടല്ല, ഡൽഹിയിൽ ചെന്ന് അല്ലെങ്കിൽ ബോംബെയിൽ ചെന്ന് എവിടെയാന്ന് വെച്ചാൽ അവിടെ ചെന്ന് അതിന് ഡിഫക്റ്റ് ക്യൂർ ചെയ്യുന്നത് വിത്തിൻ അവേഴ്സ് ആണ്. ബിക്കോസ് ദ ടീം ഈസ് വിത്ത് ദം. അവരത് ക്യൂർ ചെയ്ത് രണ്ടാമത് കാണിക്കും, യെസ് ഓക്കെ ആണെന്ന് പറയും. അത് അവിടെ ഓക്കെ ആണെന്ന് അവർ പറഞ്ഞിട്ട് ഓക്കെ ആക്കി പോരും. നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ ഇവിടെ ഒരു പ്രപ്പോസൽ ഇവിടെ നിന്ന് എഴുതി 1-ാം തീയതി കൊടുക്കേണ്ടത് 25-ാം തീയതി കൊടുക്കും. 25-ാം തീയതി അവിടെ ചില ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ ചെന്നപ്പോ അംഗീകാരം ഇല്ല, ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇവിടെ വന്ന് രണ്ടാമത് പോകുമ്പോ അങ്ങനെ അവർ 1 മണിക്കൂർ കൊണ്ട് ചെയ്യണ കാര്യം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ വിദഗ്ധർ ചെയ്യുന്ന കാര്യങ്ങള് ഇവിടെ 1 വർഷം കഴിഞ്ഞാലും ഫയൽ പെൻഡിങ് ആയിരിക്കും. എന്നിട്ട് പറയും കേന്ദ്രം തന്നില്ല എന്ന് പറയും. ഇതാണ് മിക്കവാറും സംഭവിക്കുന്നത്. പല IAS സീനിയർ ഓഫീസേഴ്സും എഫിഷ്യന്റ് ആയിട്ടുള്ളവരെ പിടിച്ച് പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തി. കാരണം എന്താ? അവര് പറയണ രീതിയിൽ പേപ്പർ കൊടുത്തിരുന്നെങ്കിൽ, അവരെ അതിന് മുന്നിൽ നിർത്തിയിരുന്നെങ്കിൽ കേരളത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുമായിരുന്നു. ഇവിടെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ?
അവർക്ക് ശമ്പളം കിട്ടും, ഒരു പണിയെടുക്കണ്ട, ശമ്പളം ഒരുമിച്ച് കിട്ടും. സസ്പെൻഷൻ സമയത്ത് അവർക്ക് വേണമെങ്കിൽ വല്ല ബുക്ക് എഴുതിയിട്ടോ അവരുടെ കാര്യങ്ങൾ നോക്കി അതിന്റെ കാശ് അവർക്ക് പേഴ്സണലും കിട്ടും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. സസ്പെൻഷൻ, അതായത് ഈ പേടിപ്പിച്ച് ഭരിക്കുക, ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നടക്കൂലായിരുന്നു. ഏകാധിപത്യ ഭരണമായിരുന്നു. യെസ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് രണ്ടാമത്തെ അത് കഴിഞ്ഞ 5 വർഷം മുമ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ കരുത്തുണ്ടായിരുന്നില്ല. പേടിയായിരുന്നു അദ്ദേഹത്തിന്. എന്തെങ്കിലും ചെയ്ത് അബദ്ധം പറ്റിയാൽ തന്നെ ബാധിക്കുമോ എന്നുള്ള പേടിയായിരുന്നു അദ്ദേഹത്തിന്. അതേപോലെയുള്ള സംഭവങ്ങള് എല്ലാവരിലും ഉണ്ട്. ചോദിക്കാൻ ആളുണ്ടായില്ല, ഇപ്പൊ ചോദിക്കാൻ ആളുണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചോദിക്കും, ഇല്ലെങ്കിൽ സ്വയം ചോദിക്കും. ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട CM-ന് എന്തെങ്കിലും ഈ കുഴപ്പമുണ്ടായ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് തന്നെ ചോദിക്കും, ഇതെന്താ ചെയ്തേക്കണേ, ഇത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, അപ്പൊ തിരുത്തും. തിരുത്തപ്പെട്ട് ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ശക്തനായ ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോ, ശക്തനായ ഒരു ധനകാര്യമന്ത്രി ഉള്ളപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ അവർക്ക് നടപ്പാക്കാൻ പറ്റും. ഇനിയിപ്പോ ഉള്ള 5 വർഷങ്ങളില് കേരളത്തിന്റെ ഒരു ഭാവി സാമ്പത്തിക സ്ഥിതി എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദി.